ഹായ് ഹായ് ഓൾ, ദിസ് ഈസ് യുവർ സിഗ്മ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു ഫണ്ടഡ് അക്കൗണ്ട് പാസിംഗ് ചലഞ്ച്. ഇന്ന് നമ്മുടെ 12ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ചെയ്തതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം, ഈ കടൽ പോലെയുള്ള ഈ ഒരു മാർക്കറ്റിനെ ഞാൻ തീരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് എനിക്ക് ഇപ്പോഴും ലോസിൽ നിൽക്കേണ്ടി വരുന്നത്. അല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു അവസ്ഥയിൽ 100-200 പോയിൻ്റ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോ ഡൗൺ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു, സീരിയസ്ലി. കാരണം മാർക്കറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മിസ്റ്റർ, നീ ആരോടാണ് ഈ കളിക്കുന്നതെന്നാണ്. ശരിക്കൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു, സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ പോലെ. ഇവിടെ നിനക്ക് ഞാൻ 1:2 എന്ന ലെവലിൽ പല പ്രാവശ്യം പ്രോഫിറ്റ് തന്നു. അപ്പോൾ നിനക്ക് വേണ്ട, നീ ഇല്ലാത്ത പ്രോഫിറ്റ്, വലിയൊരു ഫാൻസി നമ്പറാണ് നീ ആഗ്രഹിക്കുന്നത്. 1:4 ഒക്കെ കൊണ്ടുവച്ചിട്ട് നീ വെയിറ്റ് ചെയ്യുക. നീ എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ തൊലയ്ക്കുമെന്ന് മാർക്കറ്റ് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ഒരു ഫീലാണ് എനിക്ക്. അതുകൊണ്ട് ഇന്ന് ഞാൻ 1:2 എന്ന് പറയുന്ന ഒരു ലെവലിന് പോലും നിന്നില്ല. അടുത്ത് കണ്ട ഒരു സ്വിംഗ് ഹൈ TPI വെച്ചുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. ഇന്ന് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. $50 റിസ്ക് വെച്ച് ചെയ്തതിന് $100 അല്ല ഞാൻ എടുത്ത്, $80 $70 ഞാൻ മാറി, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. അതുതന്നെയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഗോൾഡായാലും സിൽവറായാലും ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതിൽ നമ്മൾ വാശി പിടിക്കരുത്. വലിയ ഫാൻസി നമ്പറിന് പുറകെ പോകാതെ ഐഡിയലായിട്ടുള്ള TP നമ്മൾ ബുക്ക് ചെയ്ത് മാറുക, മാർക്കറ്റ് നമുക്കെല്ലാം തരും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അത്തരത്തിലുള്ള ട്രേഡിംഗ് രീതികളായിരിക്കും ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ, മറ്റൊരു പുതിയ ട്രേഡുമായിട്ട് നാളെ കാണാം. താങ്ക് യു ആൾ.